I'm also your brother. Also my brother, elder brother, and a surprise for you today. When I told him I'm coming here, എന്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഭവാനിയിലെ രാഹുൽജി അദ്ദേഹം പറയുന്നു, ഞാനും നിങ്ങൾ സഹോദരൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഇന്നിവിടെ കാണുന്നതിൽ നിങ്ങൾക്കൊരു വലിയ ആകാംക്ഷയും ഒരു അത്ഭുതവും ഒക്കെ ഉണ്ടാവും ഒരുമിച്ച് വന്നത്. when I told him I'm coming here this morning, he said I'm also coming. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് ഉദ്ഘാടനത്തിന് വരികയാണ് എന്ന് പറഞ്ഞു, ഞാനും കൂടെ വരികയാണ്. He said I love coming to the players and I love meeting people in Wayanad. ഞാൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പഞ്ചായത്തുകളിലേക്ക് പോകുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനും കൂടെ വരികയാണ് എന്ന് പറയുക. So you have two chief guests today. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികളുണ്ട്. I would like to also mention and welcome Shri Siddiq ji, Shri Samsar Marakka ji, Srimati Chandrika Krishnan ji, Shri P.P. Ramesh ji and all other members of the Panchayat and of the UDF who are present on stage today. ഞാനിവിടെ ഇന്ന് വേദിയിലുള്ള MLA ശ്രീ സിദ്ദീഖ് അടക്കമുള്ള മറ്റ് എല്ലാ നേതാക്കന്മാരെയും വിശിഷ്ടാതിഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. It is an honor and a pleasure for me to be here today to inaugurate this auditorium. എനിക്ക് ഇവിടെ എത്തുന്ന വലിയ സന്തോഷവും ആദരവും ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിൽ എനിക്കുണ്ട്. I know that it has been something that your community has needed for a long time. ഇത് നിങ്ങളുടെ ഈ സമൂഹം ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് എനിക്കറിയാം. And there was no place where you could collect to have meetings, to celebrate weddings and other celebrations before the construction of this auditorium. നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, യോഗങ്ങൾക്ക്, അതുപോലെ കല്യാണങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതറിയാം. So I'm very happy to be here today and see that you have this new space which your community can use and that can be important and useful for you. അതുകൊണ്ട് ഇത് ഈ പുതിയ ഇടം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതിൽ അതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടി ഈ ഇടം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൽ സന്തോഷമുണ്ട്. And it is in a sense a double honor for me today because this auditorium is named after Woman Chandi. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു ഇരട്ടി മധുരമാണ്, ഇരട്ടി ആദരവാണ്. കാരണം ഈ ഓഡിറ്റോറിയം ഇന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. This morning I was discussing with my mother, who is also here in Wayanad. ഇന്ന് രാവിലെ വയനാട്ടിലുള്ള എന്റെ അമ്മയോടുകൂടി ഞാൻ ഇങ്ങനെ കഴിഞ്ഞു സംസാരിക്കുകയായിരുന്നു. And we were generally talking about politics today, politicians today, and I told her that I'm coming here and inaugurating this auditorium in the name of Women Chandi ji. പൊതുവിലുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും പ്രവർത്തനത്തെ സംബന്ധിച്ചുമെല്ലാം ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. And because she has been a colleague of hers for many years, I asked her, what was your experience working with him? What was he like? ഏറെ നാളായി സഹപ്രവർത്തകരായിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അമ്മയുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. And she said to me, he was a God-fearing man. He was a humble man. And his whole life was spent in service. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അമ്മ എന്നോട് പറഞ്ഞത്, അദ്ദേഹം വലിയ ഒരു ദൈവഭക്തിയുള്ള, ദൈവഭയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഏറ്റവും വിനയാനിതനായ ഒരു മനുഷ്യനാണ്. ജീവിതം മുഴുവൻ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒതുങ്ങി വെച്ച ഒരാളാണ്. She said he was a unique and rare. അദ്ദേഹം അവർ പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ ഒരു വ്യത്യസ്തതയുള്ള, അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. The rarest quality he had was that he was humble and deeply compassionate towards people. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്വഭാവം, പലപ്പോഴും കാണാൻ കഴിയാത്ത ഏറ്റവും പ്രത്യേകതയുള്ള സ്വഭാവം, ആഴത്തിൽ അദ്ദേഹം വലിയ വിജ്ഞാനത്തിനും അദ്ദേഹം ഒരു സഹാനുഭൂതിയും ഉള്ള ഒരു മനുഷ്യനാണ്. So it makes me very, very happy that this auditorium is named from whom all of us must learn. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു മനുഷ്യന്റെ പേരിൽ ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. And whose wisdom
whose contribution not just to politics in Kerala but to politics in the whole of the country will always be remembered and respected by all of us. ഈ രാജ്യത്തിന് ഈ രാജ്യത്തിന് മുഴുവൻ അദ്ദേഹത്തിന്റെ വിവേകവും അദ്ദേഹത്തിന്റെ സേവനവും ലഭിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവരായിട്ട് സംശയമില്ല. As you might know, I am here in Wayanad for 12 days. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കഴിഞ്ഞ 12 വയനാട്ടിൽ 12 ദിവസക്കാലത്തേക്കാണ് വന്നത്. And this is one of the few formal programs that I have done. അതിൽ ഒരു ഔദ്യോഗികമായ ഒരു പരിപാടി ഞാൻ ഇതിലാണ് വന്നത്. I have spent most of my time in the last 8 or 9 days meeting all of you, coming to your homes, understanding what your problems are and how we can resolve these issues together. കഴിഞ്ഞ 8-9 ദിവസക്കാലമായി ഞാൻ എല്ലാവരെയും കാണാൻ ശ്രമിക്കുകയായിരുന്നു. പലരുടെയും വീടുകളിലേക്ക് എത്തി പല ആൾക്കാരുമായി സംബന്ധിച്ചുകൊണ്ട് വയനാടിന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ചിന്തിക്കുകയാണ്. I don't want to speak for too long today because you'll all be waiting to hear my brother as well. So I just want to say ഞാൻ അധിക നേരം സംസാരിക്കാൻ ആഗ്രഹിക്കില്ല, കാരണം നിങ്ങൾ എന്റെ സഹോദരന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. that I do know that this area during the rains gets flooded and becomes isolated. ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലത്ത് വലിയ മഴയും ഇത് ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. And that our party and our leaders, our MLA and those leaders who are in the panchayat are making efforts to build shelters here. അതുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായി ചേർന്ന് ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അഭയം നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. Your tribal community faces many serious issues regarding health, connectivity. നമ്മുടെ ആദിവാസി സമൂഹം ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ യാത്രാ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. And regarding education, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അവർക്ക് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. I know that the paddy farmers of this area are also facing unique issues and problems. അതുപോലെ തന്നെ നെൽകർഷകരും കാപ്പി കർഷകരും എല്ലാം അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്. And I have been holding discussions with all the communities, different communities, and also with farmers, not just paddy farmers but coffee farmers also, dairy farmers also. ഞാൻ ഇവരെല്ലാമായി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളെ എല്ലാവരെയും കണ്ട് സംസാരിക്കുക. നെൽ കർഷകർ, അതുപോലെ തന്നെ കാപ്പി കർഷകർ, ക്ഷീര കർഷകർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളുമായി ഞാൻ സംവദിക്കുകയാണ്. And I am happy to do all that I can to support you and to better your lives. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എനിക്ക് സന്തോഷമാണുള്ളത്. I'm also very happy to know that the 2 CRF roads which were sanctioned during Rahulji's time are now almost complete. അത് എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. രാഹുൽജി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് CRF പദ്ധതിയിൽപ്പെടുത്തി, സെൻട്രൽ റോഡ് ഫണ്ട് പദ്ധതിയിൽപ്പെടുത്തി 2 റോഡുകൾ ഇവിടെ അനുവദിച്ചിരുന്നു. അത് ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. It is an honor for me that you have chosen me to follow in his footsteps as your MP, and I will continue to do the good work he began. അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയാവാൻ നിങ്ങൾ നൽകിയ അവസരം വലിയ ഒരു ആദരവുമായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ശ്രമിക്കും. And to build this deep connection of love and respect that he formed here with you. സ്നേഹത്തിലും പരസ്പര ഇതിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആഴത്തിലുള്ള ബന്ധം, അദ്ദേഹം ഉണ്ടാക്കിയ ആഴത്തിലുള്ള ബന്ധം അത് തുറന്നു കൊണ്ടുപോകാൻ ശ്രമിക്കും. And I want to thank all of you, my sisters, my brothers, for the deep love with which you welcome me into your homes and the affection that you have given me as your MP. I hope that I will live up to your expectations and be able to do as much work as possible to improve your lives. Thank you. നിങ്ങൾ എനിക്ക് വീടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഉള്ള സ്നേഹം, ആഴത്തിലുള്ള സ്നേഹത്തിന് ഞാൻ ഒട്ടേറെ നന്ദിയുണ്ട്. അത് തീർച്ചയായിട്ടും തിരിച്ച് നല്ല പ്രവർത്തനങ്ങളിലൂടെ അത് ചെയ്യാൻ എനിക്ക് കഴിയും എന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.